തിരുവോണത്തിൻ്റെ നമ്മളെ കൂടൽ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഏതായാലും നമ്മൾ തിരുവോണ ദിവസത്തിലെ ചായ പലഹാരം ഇന്നിപ്പോൾ റവ മാവ് നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടില്ല. അപ്പം എന്താ വെച്ചാൽ അങ്ങനെയാണ് ഇപ്പം ഇന്ന്. പിന്നെ എളുപ്പമുണ്ടല്ലോ നമുക്ക് റവ മാവൊക്കെ ആകുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ സദ്യക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്ക് കൂടുതൽ അതിന് തന്നെ സമയം വേണം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചായ പലഹാരം. അപ്പോൾ നമ്മളെ തിരുവോണം നാളിലെ അതായത് തിരുവോണ സദ്യ ഉണ്ടാക്കാനുള്ള ഓരോന്ന് തയ്യാറെടുപ്പിലായി ഞങ്ങൾ. ഇത് തുടങ്ങായി. ഇപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ ഓരോന്ന് അങ്ങനെ തുടങ്ങി എല്ലാം ചെയ്തു തീർക്കാം. അപ്പോൾ സാമ്പാറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാമ്പാർ ഇവിടെ റെഡിയായി. നമ്മൾ പപ്പടം കാച്ചൽ ആണ്. പിന്നെ ഇപ്പോൾ തിരുവോണ സദ്യയിലെ ഏറ്റവും പ്രധാനം നമ്മളെ അവിയൽ. അപ്പം അവിയലൊക്കെ എന്താ വെച്ചാൽ നേരത്തെ തുടങ്ങിയതുകൊണ്ട് പിന്നെ നമുക്ക് ഓരോന്നോരോന്ന് അങ്ങനെ വേഗം തീർത്ത് അങ്ങനെ പോവാം. അപ്പോൾ അതിവിടെ റെഡിയായി. തോരൻ പിന്നെ നമുക്ക് കാബേജ്. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത് മാങ്ങാപ്പെരുക്ക് ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കണേലെ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ സാധാരണ വിഭവങ്ങളിൽ ഇപ്പോൾ നമുക്ക് പായസമേ ഉള്ളൂ. നമ്മളെ മാങ്ങാപ്പെരുക്ക് അതും ഇവിടെ ആയി. ഇനി പായസം മാത്രം ഉണ്ടാക്കാണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് വേഗം ഒക്കെ റെഡിയായി. ഒരു 10:15 ആയിട്ടുള്ള സമയം രാവിലെ. അപ്പോഴേക്ക് നമുക്ക് ഇനി ഒരു പായസത്തിൻ്റെ കാര്യമുള്ളൂ. പായസം ഒരു 11 മണിക്ക്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തെന്ന് വെച്ചാൽ പായസത്തിനുള്ള പാല് പിന്നെ ഞങ്ങളൊക്കെ നേരത്തെ തന്നെ വാങ്ങിയിരുന്നു. അപ്പോൾ 2 പാക്കറ്റ് മിൽമ പാലാണ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു അത്. അപ്പോൾ നമ്മളേതായാലും പായസത്തിൻ്റെ കാര്യം കൂടി അതും കൂടി അത് കഴിഞ്ഞല്ലോ ഇന്നത്തെ സദ്യേൻ്റെ കാര്യങ്ങൾ.
പാല് ഇവിടെ അത് റെഡിയായി. പിന്നെ നമുക്കിതാ നമ്മൾ സേമിയ പിന്നെ വറുത്ത തന്നെയാണ്, വറുത്ത ആ പാക്കറ്റ് വാങ്ങിയാണ്. പിന്നെ ഇപ്പോൾ ഇതാ നമുക്ക് പായസത്തിന് വളരെ പ്രധാനമാണല്ലോ നമ്മൾ മിൽക്ക് മെയ്ഡ്, നെസ്ലേൻ്റെ മിൽക്ക് മെയ്ഡാണ്, അതാണിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ പായസം അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ പായസം, അപ്പോൾ അതും ഇവിടെ ആയി. ഇനിയിപ്പോൾ ഇതാ നമുക്ക് പിന്നെ വളരെ നേരത്തെയാണ് ചെയ്ത്, ഞങ്ങൾക്ക് ഏകദേശം 11:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ തിരുവോണ നാളിൽ നമ്മളെ തിരുവോണ സദ്യ അത് ഏതായാലും വിളമ്പായി. അമ്മയ്ക്ക് നമുക്കങ്ങനെ വിളമ്പി കൊടുക്കാം. അപ്പം ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അവിയലും ഓലൻ, അമ്മയ്ക്ക് പപ്പടം പിന്നെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആദ്യം വിളമ്പായിരുന്നതാണ്. അതുപോലെ ഓലന് അത്ര വലിയ താല്പര്യമില്ല അമ്മയ്ക്ക്. കണ്ടോ, നമുക്കിന്ന് ഓലുണ്ട്, അവിയൽ, മാങ്ങാപ്പെരുക്ക്, കാബേജിൻ്റെ ഉപ്പേരിയുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ തിരുവോണ സദ്യ. അമ്മ ചിലപ്പോൾ അങ്ങനെ പപ്പടം, പിന്നിപ്പോൾ തിരുവോണം ആയതുകൊണ്ട് നമുക്ക് എന്തായാലും പപ്പടം വേണം, അപ്പം ഇന്ന് കഴിക്കണം എന്നാണല്ലോ എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഏതായാലും നമുക്ക് അമ്മയ്ക്ക് ഇതാ പപ്പടവും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇത് എനിക്കുള്ളതാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് ഇതാ നമ്മളെ പായസം. ഞങ്ങൾ ഇന്ന് സേമിയ പായസം ആക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടി തന്നെ ആയപ്പോൾ പിന്നെ അടയ്ക്കൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് സേമിയ പായസം, അമ്മയ്ക്ക് ഇഷ്ടം സേമിയ പായസമാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് അങ്ങനെ സേമിയ പായസം ആക്കിയത്. ഇന്നലെ പിന്നെ ഉത്രാടത്തിന് പരിപ്പ് പായസമായിരുന്നല്ലോ. അപ്പോൾ ശർക്കര പായസം ഒരു ദിവസം, പിന്നെ ഒരു ദിവസം പാൽപ്പായസം, പഞ്ചസാര പായസം അങ്ങനെ തന്നെ ആക്കി. അപ്പം അങ്ങനെ തിരുവോണ സദ്യ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ടുള്ളൊരു പതിവാണ്. ഇനിയിപ്പോൾ പെങ്ങള്, ജ്യേഷ്ഠൻ ഒക്കെ ഒരു 4 മണി ഒക്കെ ആയിട്ടേ വരുള്ളൂ. അപ്പോൾ അവരെ വീട്ടിൽ തന്നെയൊക്കെ ഓണം ഒക്കെ ആഘോഷിച്ച് എന്നിട്ടാണ് വരിക, അതാണ് പതിവ്. പിന്നെ ചെറിയ 1-2 യാത്രകൾ ഞങ്ങൾക്കുണ്ട്. വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന രൂപത്തിൽ ഇന്ന് തിരുവോണത്തിന് ശേഷം നല്ല രസമാണ്. ആ തിരുവോണം കഴിഞ്ഞിട്ട് ഊണ് കഴിക്കൽ കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ പതിവുകൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇനിയുള്ളത് കാര്യങ്ങൾ. അപ്പോൾ അതങ്ങനെ അതിന്റെ വഴിക്ക് പോവും. അപ്പോൾ നമ്മളെ ഇന്നത്തെ തിരുവോണ ദിനത്തിലെ വിശേഷങ്ങൾ ഇവിടെ കഴിയായി. അപ്പോൾ നമ്മളെല്ലാ പ്രേക്ഷകർക്കും തിരുവോണ ദിന ആശംസകൾ നേരുന്നു. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.